ജ്യോതിശാസ്ത്രം പഠിച്ച ആളെന്നുള്ള നിലയ്ക്കും അതിനെക്കുറിച്ചും വിമർശനാത്മക ബുദ്ധിയോടെ പഠിച്ചയാളെന്നുള്ള നിലയ്ക്കും വെറുതെ അന്ധമായിട്ട് ജ്യോതിശാസ്ത്രത്തെ വിശ്വസിക്കുന്നതല്ല. ഞാനും ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയാണ്. ആധുനിക ശാസ്ത്രങ്ങളും എല്ലാം കുറച്ചൊക്കെ പഠിക്കാൻ എനിക്കൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ സത്യമറിയണം എന്നുള്ള ഒരു അഭിവാഞ്ച കൊണ്ട് തന്നെ ആണ് ഞാൻ ജ്യോതിശാസ്ത്രത്തെയും ഈ തന്ത്രശാസ്ത്രം എന്നതുപോലെ ജ്യോതിശാസ്ത്രത്തെയും ഞാൻ സമീപിച്ചത്. അതിലും സത്യമുണ്ട് എന്നെനിക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്. ആ ജ്യോതിശാസ്ത്രം, പ്രത്യേകിച്ചും കേരളത്തിലെ ഈ ജ്യോതിശാസ്ത്രം, കേരളത്തിൽ ഭാരതത്തിന്റെ മറ്റ് ഭാഗങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഈ ജ്യോതിശാസ്ത്രത്തെ ഇവിടുത്തെ ആളുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത്ഭുതകരമായിട്ട് കഴിഞ്ഞ കാര്യങ്ങൾ പറയുവാനും വരാൻ പോകുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാനും എല്ലാം ഈ ശാസ്ത്രം കൊണ്ട് വളരെയേറെ കഴിയും. അത് എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. സാധാരണ ശാസ്ത്ര പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാം എന്നതുപോലെ ഈ കവടിയിലൂടെയും നമുക്ക് ഇത്തരം അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രത്യേകിച്ചും ദേവതാ വിഷയത്തിൽ കേരളത്തിൽ മാത്രമാണ് ജ്യോതിശാസ്ത്രജ്ഞർ ഒരു പ്രത്യേക വഴി തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ന്. ദേവപ്രശ്നം എന്നാണ് അതിന് പറയുക. കുടുംബ പ്രശ്നവും കേരളത്തിൽ നടത്തുന്ന പോലെ വിപുലമായിട്ടുള്ള ആഴത്തിൽ കടന്നു ചെല്ലുന്ന കുടുംബ പ്രശ്നവും ഭാരതത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ള ജ്യോതിഷികൾ കൈകാര്യം ചെയ്യുന്നില്ല. അതും കേരളത്തിലാണുള്ളത്. അപ്പോൾ കുടുംബ പ്രശ്നം പോലെ തന്നെ ദേവതയുടെ കാര്യങ്ങൾ അറിയുവാൻ, ആ ദേവതയെ ആരാധിക്കുന്നവരും ആ ദേവതയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിയുവാൻ, ആ ദേവതയുടെ ചൈതന്യത്തിന് ലോപമുണ്ടോ, എന്തുകൊണ്ട് ലോപം വന്നു, എങ്ങനെ ആ ലോപം പരിഹരിക്കാം, എന്തെല്ലാം അനുഷ്ഠാനങ്ങൾ ഇനിയും തുടർന്ന് നടത്തിക്കഴിഞ്ഞാൽ ദേവതയെ ഭജിക്കുന്നത് കൊണ്ടുള്ള ഫലം നമുക്ക് വീണ്ടും കിട്ടിത്തുടങ്ങും. ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി ചിന്തിക്കുവാനും നിഗമനത്തിലെത്തുവാനും ഉള്ള വഴിയാണ് ദേവപ്രശ്നം. ഒരു കണക്കിന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ജ്യോതിശാസ്ത്രജ്ഞരെ, അത് വികസിപ്പിച്ചെടുത്ത ജ്യോതിശാസ്ത്രജ്ഞരെ എത്ര പുകഴ്ത്തിയാലും മതിയാവില്ല. കാരണം മറ്റു വഴിയൊന്നുമില്ല. നമ്മൾ സങ്കല്പിച്ചുകൊണ്ടിരുന്ന ദേവത ഇന്ന് നമുക്ക് വിസ്മൃതമായി. അതിന് കാരണങ്ങൾ പലതുണ്ടാവാം. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പുറകെ മാത്രം പോയി കാണാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ നിരവധി കാരണങ്ങൾ ഒരുപക്ഷെ ഉണ്ടായി കാണാം. പക്ഷേ ഉണ്ടായി എന്നുള്ളതാണ്, വിസ്മൃതി ഉണ്ടായി. നമുക്ക് ആ ബന്ധം ഏറെക്കുറെ അറ്റുപോയ നിലയിലാണ്. മുഴുവനും അറ്റുമെന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പോഴും തലമുറകളായിട്ട് വർഷങ്ങളായിട്ട് നിങ്ങൾ ആ മൂലസ്ഥാനത്ത് പോകുന്നുണ്ടല്ലോ. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ അധ്യായം നമുക്ക് അടച്ചു പൂട്ടേണ്ടി വരുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ആ സമുദായത്തിന്റെ സുഹൃതം എന്ന് തന്നെ ഞാൻ പറയും. ഒരു നേരിയ ഒരു വെള്ളക്കീറുപോലെ, വെള്ളച്ചാലുപോലെ ഇപ്പോഴും ആ ചൈതന്യവും നമ്മളുമായിട്ട് ഒരു നേരിയ ബന്ധം നമുക്ക് ഇപ്പോഴും ഉണ്ട്. ചാലൊന്ന് വിപുലപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതൊരു മഹാപ്രവാഹമായിട്ട് നമ്മളിലേക്ക് ഒഴുകും. അതിന് ഈ ചാലെങ്ങനെ നമ്മളിലേക്ക് ആ പ്രവാഹം ഒഴുകത്തക്ക വിധത്തിൽ എങ്ങനെ അതിനെ ശരിയാക്കാം, അതറിയാനുള്ള വഴി ദേവപ്രശ്നം മാത്രമാണ്. നേരത്തെ നമുക്ക് മനസ്സിലായി, ചരിത്ര പഠനം കൊണ്ട് മാത്രം ഈ വക കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനാവില്ല. അതിന് ഇന്ന് നമ്മുടെ മുന്നിൽ വഴിയൊന്നേ ഉള്ളൂ. ചരിത്ര പഠനം ആവശ്യമാണ്. ചരിത്രം എത്രമാത്രം അറിയാമോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ ദേവപ്രശ്നം ചിന്ത കൂടെ നടത്തിയെങ്കിൽ മാത്രമേ സത്യത്തോട് നമുക്ക് കൂടുതൽ അടുക്കാനൊക്കൂ. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ദേവപ്രശ്നം നടത്തുകയാണ് ഇന്ന് നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത്. ആ ദേവപ്രശ്നം വിജയിക്കുമെന്ന് തന്നെയാണ് എന്റെ തോന്നൽ. വെറും തോന്നലല്ല. കാരണം 1000 വർഷം മുമ്പ് നിങ്ങളുടെ പൂർവികര് ഏത് സ്ഥലത്താണോ മങ്കമ്പിലമ്മയെ കൊണ്ടുവച്ച് ആരാധിച്ചു പോകുന്നത്, ആ സ്ഥലത്ത് വെച്ചാണ് ഈ സ്വർണ്ണപ്രശ്നം നടക്കുന്നത്. കാരണം ഈ ജ്യോതിശാസ്ത്രത്തിന്റെ ശാസ്ത്രീയ വശങ്ങളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കുടുംബ പ്രശ്നം നടത്തുന്നു. കുടുംബ പ്രശ്നം നടത്തുമ്പോൾ അത് തറവാട്ടിൽ വെച്ചായാൽ ഏറ്റവും ഉചിതമായിരിക്കും. അപ്പോഴവിടെ ഉണ്ടാകുന്ന നിമിത്തങ്ങളായിരിക്കും നമുക്ക് കൂടുതൽ സത്യത്തെ ബോധ്യപ്പെടുത്തി തരിക. പിന്നെയോ
ഈ പ്രശ്നം വെക്കുന്നതിന് വേറൊരു ചില കാര്യങ്ങളും കൂടെയുണ്ട്. ഒന്ന്, പ്രശ്നഫലം പറയാനുള്ള മാനസികമായിട്ടുള്ള ഒരു അവസ്ഥ, ഒരു പ്രത്യേക അവസ്ഥ ഈ ജ്യോതിഷിക്കുണ്ടാവണം. നമ്മുടെ മുഖം വ്യക്തമായിട്ട് നമുക്ക് കാണണമെങ്കിൽ ചെളി പുരളാത്ത നിർമ്മലമായ ഒരു കണ്ണാടിയിലേ കാണുകയുള്ളൂ. അതുപോലെ സത്യത്തെ ജ്യോതിഷിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജ്യോതിഷിയുടെ മനസ്സ് നിർമ്മലമായിരിക്കണം. അവിടെ മറ്റ് ചിന്തകൾ, തന്റെ കുടുംബത്തിന്റെയോ അല്ലെങ്കിൽ തന്റെ പ്രാരബ്ധങ്ങളുടെ ചിന്തകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലോകചിന്തകളോ അയാളുടെ മനസ്സിലുണ്ടെങ്കിൽ മനസ്സ് പങ്കിലമായിരിക്കും. അവിടെ ഈ പ്രശ്നം വെക്കാൻ വരുന്ന ആളിന്റെ സത്യം തെളിയണമെന്നില്ല വ്യക്തമായി. അതുപോലെ തന്നെ അറിയാൻ ആഗ്രഹം അങ്ങേയറ്റം ഉള്ള സമയത്ത് പ്രശ്നം വെച്ചാലേ പ്രശ്നം ഫലിക്കുകയുള്ളൂ. എനിക്ക് ആ കാര്യം അറിഞ്ഞേ തീരൂ, ഇല്ലാതെ എനിക്ക് ഉറക്കമില്ല, എനിക്ക് സ്വസ്ഥതയില്ല എന്ന അവസ്ഥയിൽ വെക്കുന്ന പ്രശ്നമായിരിക്കും നമ്മുടെ ഉള്ളിൽ നീറുന്ന സംഗതി എന്താണെന്ന് പുറത്തു കൊണ്ടുവരിക. അതൊരു വ്യക്തി പോയി പ്രശ്നം വെക്കുമ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം അറിഞ്ഞേ തീരൂ എന്നുള്ള ഒരു ഉദ്വേഗം ഉള്ളപ്പോൾ പ്രശ്നം വെച്ചാൽ മാത്രമേ. കാരണം ഈ കവടിക്രിയ എന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രം പറയുന്ന തിയറി ഓഫ് പ്രോബബിലിറ്റിയാണ് അതിന്റെ അടിസ്ഥാനം. അവിടെ ആ ശരിയായ കവടി വരണമെങ്കിൽ ജ്യോതിഷിയുടെ ഭാഗത്തു നിന്നും പ്രശ്നം വെപ്പിക്കാൻ ചെല്ലുന്ന ആളിന്റെ ഭാഗത്തു നിന്നും ഈ തരത്തിലുള്ള രണ്ട് അവസ്ഥകൾ വേണ്ടതുപോലെ ആണെങ്കിലേ, സാറ്റിസ്ഫൈഡ് ആണെങ്കിലേ ആ പ്രശ്നം 100% ശരിയാവുകയുള്ളൂ. അതിന് ജ്യോതിഷിക്ക് ഉപാസനാദികൾ വേണം. പ്രശ്നം വെപ്പിക്കാൻ വരുന്ന ആളിന് എപ്പോഴും അതുണ്ടാവണമെന്നില്ലല്ലോ. ഡോക്ടർക്ക് വൈദ്യശാസ്ത്രം നന്നായിട്ട് അറിഞ്ഞിരിക്കണം, രോഗി അതറിഞ്ഞിരിക്കണമെന്നില്ലല്ലോ. പിന്നെ വൈദ്യൻ നിർദ്ദേശിക്കുന്ന പഥ്യങ്ങൾ രോഗി പാലിക്കണം. അപ്പോൾ രോഗിക്ക് വേണ്ട പഥ്യങ്ങൾ പോലും ഡോക്ടർ അറിഞ്ഞിരിക്കണം. കുടുംബ പ്രശ്നമാണെങ്കിൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തോന്നി അവരെല്ലാവരും സഹകരിച്ചുകൊണ്ട് വെക്കുന്ന പ്രശ്നമേ ഒരു നല്ല ശാസ്ത്രപ്രകാരം പണ്ഡിതനും ഉപാസകനും വാക്സിദ്ധിയുള്ള ഒരു ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിക്കും. അത് എങ്കിലേ ഫലിക്കുകയുള്ളൂ. ജ്യോതിശാസ്ത്രത്തിൽ പറയും, അനേകഹോരാ തത്വജ്ഞ പഞ്ചസിദ്ധാന്ത കോവിദ ഊഹാപോഹപടു സിദ്ധമന്ത്രി ജാനാതി ജാതകം. ഒരു ജ്യോതിഷിയുടെ ക്വാളിഫിക്കേഷൻസ് ഒക്കെയാണ് ഈ സംസ്കൃത ശ്ലോകത്തെ കൂടെ പറഞ്ഞിരിക്കുന്നത്. അനേകഹോരാ തത്വജ്ഞ, പഞ്ചസിദ്ധാന്ത പാരക, ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള വിഷയങ്ങളാണ്. ഞാനതൊന്നും കൂടുതൽ വിവരിക്കുന്നില്ല. ഊഹാപോഹപടു സിദ്ധമന്ത്രി, മന്ത്രസിദ്ധനായിരിക്കണം, ഉപാസകനായിരിക്കണം. അങ്ങനെയുള്ള ഒരാളിനെ ജാതകം, നമ്മുടെ ജന്മഫലം അറിയാൻ വായിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവർക്കും തോന്നി അത്തരത്തിലുള്ള ഒരു നല്ല ജ്യോതിഷിയെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ സഹകരിച്ച് എനിക്കറിയണം എന്ന് ഓരോരുത്തർക്കും, നമുക്കെല്ലാവർക്കും അറിയണം എന്നുള്ള പൊതു തോന്നല് ശക്തമായിരിക്കുമ്പോൾ കുടുംബ പ്രശ്നം വെച്ചാലേ ആ പ്രശ്നം കൊണ്ട് നമുക്ക് കുടുംബത്തിന്റേതായ നമ്മൾ അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെ ഇതൊരു കുടുംബത്തിന്റെ അല്ല, 100 കണക്കിന് കുടുംബങ്ങളുടെ ഒരുമിച്ചുള്ളതാണ് മങ്കമ്പലമ്മയുടെ കാര്യം. ഒരു സമുദായത്തിന്റെ മുഴുവൻ പ്രശ്നമാണ്. അപ്പോൾ ആ സമുദായ അംഗങ്ങൾ മുഴുവൻ എല്ലാവരും നമുക്ക് ഈ സത്യം അറിഞ്ഞേ തീരൂ, അറിഞ്ഞ് പരിഹാരങ്ങൾ ചെയ്ത് വീണ്ടും മങ്കമ്പലമ്മയുമായിട്ടുള്ള നമ്മുടെ ആ നാഭീനാള ബന്ധം വേണ്ടതുപോലെ ആക്കിയേ തീരൂ എന്നുള്ള ഉദ്വേഗത്തോടുകൂടി വേണം നമ്മൾ ഈ പ്രശ്നചിന്തയെ നടത്താൻ. ഭാഗ്യത്തിന് നിങ്ങളിൽ ചിലര് ഇന്ന് കേരളത്തിൽ ഉള്ള കേവന്മാരായ ജ്യോത്സ്യന്മാരിൽ ഉത്തമനായ ഒരാളെ തന്നെ ഇതിനുവേണ്ടി, അതൊക്കെ ഭഗവതിയുടെ കൃപാന്നേ ഞാൻ പറയുകയുള്ളൂ. പ്രത്യേകിച്ചും ദേവപ്രശ്ന വിഷയത്തിൽ വളരെയേറെ വിചക്ഷണനായിട്ടുള്ള, ദൈവാധീനം എന്ന് പറയുന്ന, ഈശ്വരാധീനം എന്ന് പറയുന്ന ആ സമ്പത്തുള്ള ഒരു വലിയ ആളിനെ തന്നെ ഈ ശാസ്ത്ര ലോകത്ത് ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള എന്ന് തന്നെ പറയാം, അത്തരത്തിലുള്ള ഒരാളെ തന്നെ ഏതായാലും പ്രശ്നക്രിയ ചെയ്യാൻ വേണ്ടി വരിച്ചു. അദ്ദേഹവും നമ്മുടെ എല്ലാം ഭാഗ്യത്തിന് അദ്ദേഹം അതിനെ സമ്മതിക്കുകയും ചെയ്തു. ഇനി നമ്മുടെ ഭാഗമാണ് നമ്മൾ ശരിയാക്കേണ്ടത്. നമുക്കും മനസ്സിലാവും ശാസ്ത്രീയമായ ദേവപ്രശ്നം വെച്ചാൽ
എത്ര അത്ഭുതകരമായിട്ടാണ് നമുക്ക് ഓരോന്നറിയാൻ കഴിയുക എന്നുള്ളതും നമുക്ക് നേരിട്ട് ബോധ്യം വരാൻ ഇടയാകുന്ന ഒരു അവസരം കൂടിയാണ് വാസ്തവത്തിൽ ഈ ഏപ്രിൽ 2, 3, 4 തീയതികളിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മനസ്സും നമ്മൾ അതിനുവേണ്ടി പാകപ്പെടുത്തേണ്ടിയിരിക്കും. ഒരു ഉദ്വേഗം, വേറൊന്നുമല്ല, ഉദ്വേഗം നമുക്ക് വേണം. സത്യം അറിയണം, അമ്മയെക്കുറിച്ചുള്ള സത്യം. കാരണം ആ ഉദ്വേഗം, അമ്മയെക്കുറിച്ചുള്ള ചിന്ത എന്ന് പറയുന്ന മകന് മാത്രമേ അമ്മയെ അറിയണം എന്നുള്ള ഉദ്വേഗം ഉണ്ടാവുകയുള്ളൂ. ആ തരത്തിൽ നമ്മുടെ എല്ലാമായ മങ്കൊമ്പിലമ്മയെ, ആ അമ്മ ആരാണ്, ആ അമ്മയുടെ സങ്കല്പ സവിശേഷതകൾ എന്തൊക്കെയാണ്, ആ അമ്മയെ നമ്മുടെ പൂർവികർ ആരാധിച്ചിരുന്ന രീതി എന്താണ്, അതിന്റെ സാരം കൈവിടാതെ ആധുനിക കാലത്ത് നമുക്ക് എങ്ങനെ ആ അമ്മയെ പരിതോഷിപ്പിക്കാൻ കഴിയും, ആ അമ്മയുടെ അനുഗ്രഹം നമ്മളിലേക്ക് പ്രവഹിപ്പിക്കാൻ കഴിയും, ഈ തരത്തിൽ ഉള്ള കാര്യങ്ങൾ അറിയണം. നിരവധി അതിന് കാര്യങ്ങളുണ്ട്. ഈ ധ്യാനരൂപം എന്താണ്? ഇപ്പൊ നമ്മുടെ ഭാഗ്യത്തിന് പനച്ചിപ്പാറ മങ്കൊമ്പില് ആ അമ്മയുടെ ഏതായിട്ടുള്ള ഒരു രൂപം, ഒരു ശിലാവിഗ്രഹമുണ്ട്. ആ ശിലാവിഗ്രഹം വേണ്ടവണ്ണം പഠിച്ചാൽ തന്നെ ഈ അമ്മയുടെ സങ്കല്പം ഒരു സാമാന്യ സങ്കല്പമല്ലെന്ന് ഏതൊരു തന്ത്രശാസ്ത്ര വിദ്യാർത്ഥിക്കും ബോധ്യം വരും. സാധാരണ പ്രചാരത്തിലില്ലാത്ത അത്യപൂർവമായ ഒരു പ്രത്യേക തന്ത്രശാസ്ത്ര സങ്കല്പമാണിതെന്നുള്ളതിന് എനിക്ക് തർക്കമൊന്നുമില്ല. പലപ്പോഴും ശാസ്ത്രം ജ്യോതിശാസ്ത്രത്തിൻ്റെതായ രീതിയിൽ ഞാൻ ചിന്തിച്ചപ്പോഴും എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം, അത് ഞാൻ തുറന്നു പറയട്ടെ. രാജകുലവുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ രാജാക്കന്മാര്, ഭരണാധികാരികൾ ഉപാസിച്ച് പോരുന്ന ചില പ്രത്യേക മൂർത്തികളുണ്ട്. അതിനൊക്കെ ചില പ്രത്യേക സവിശേഷതകളുണ്ട്. തന്ത്രശാസ്ത്രപ്രകാരം തന്നെ സവിശേഷതകളുണ്ട്. ആ ഗണത്തിൽപ്പെടുന്ന ഒരു മൂർത്തിയാണ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. വെറും സാധാരണന്മാര്, കാരണം അവരുടെ സങ്കല്പങ്ങളും അവരുടെ ആഗ്രഹങ്ങളും അതിനൊക്കെ പരിമിതിയുണ്ട്. പക്ഷെ രാജപദവിയിലിരിക്കുന്ന ഒരാളിന്റെ ഇച്ഛാശക്തി, രാജപദവിയിലിരിക്കുന്ന ഒരാളിന്റെ ലക്ഷ്യം, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, ഇതെല്ലാം സാധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മൂർത്തിയെ അവർ ഉപാസിക്കുകയുള്ളൂ. ഇപ്പൊ കേരളത്തിലും നിരവധി നാടുവാഴികളുടെയൊക്കെ ഗൃഹങ്ങളിൽ, തറവാടുകളിലും മറ്റും ആരാധിച്ചു വന്നിരുന്ന മൂർത്തികളുണ്ട്. ആ മൂർത്തികളെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ആ മൂർത്തികളുടെയൊക്കെ സങ്കല്പത്തിന്റെ ശക്തി, പ്രാധാന്യം നമുക്ക് ബോധ്യം വരിക. ആ ഇനത്തിൽപ്പെടുന്ന ഒരു മൂർത്തിയാണ് ഈ മങ്കൊമ്പിലമ്മ എന്നെനിക്ക് ബോധ്യമായിട്ടുണ്ട്. രാജാധികാരം ചെങ്കോല് കയ്യാളിയിരുന്ന ആൾക്കാരുടെ അമ്മയായിരുന്നു. അതിന്റെ നിരവധി ലക്ഷണങ്ങൾ ഈ പഠന ഗവേഷണങ്ങളിലും ഉപാസനയിലും കൂടെ എനിക്ക് ബോധ്യം വന്നിട്ടുള്ളതാണ്. നമുക്ക് പെട്ടെന്ന് പേരെടുത്ത് പറയാവുന്ന ഗണങ്ങളിലൊന്നുമല്ല ഇത് പെടുന്നത്. ഇതൊരു അസാമാന്യ ഗണത്തിൽപ്പെടുന്ന ഒരു മൂർത്തി സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ഏതാനും ചില മൂർത്തികൾ ഈ ഗണത്തിൽപ്പെടുമ്പോൾ ആ തരത്തിൽപ്പെടുന്ന ഈ മൂർത്തിയെ അറിയാനുള്ള ഒരു വ്യഗ്രത അത് സാധാരണ ആൾക്കാരിലുണ്ടാവും. അപ്പൊ അത്രയും പ്രാധാന്യമുള്ള ഒരമ്മയാണ് നിങ്ങളുടേതെന്ന് ഈ 10 വർഷത്തിന്റെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഞാൻ വെളിപ്പെടുത്തി തരികയാണ്. അപ്പൊ ഈ അമ്മയെ അറിയണമെങ്കിൽ, ദേവപ്രശ്നം വേണ്ടതുപോലെ ഫലവത്താകണമെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കൊരു ഉദ്വേഗം വേണം. നമുക്കൊരു ഉദ്വേഗമുണ്ട് അമ്മയെ അറിയാൻ, അമ്മയുടെ അടുക്കലേക്ക് ഓടിയെത്താൻ ഒരു ഉദ്വേഗമുണ്ടെന്ന് അമ്മയ്ക്ക് തോന്നലും കൂടെ ഉണ്ടാക്കണം. ദേവപ്രശ്നം വെക്കുന്നുണ്ട്, നമ്മൾ അവിടെ പോയി തല കാണിക്കാം എന്ന് കരുതിയാൽ അത് നമ്മുടെ മനസ്സിന്റെ ഒരു ഉദ്വേഗത്തെയല്ല കാണിക്കുന്നത്. നമ്മുടെ മനസ്സിന്റെ ഇത്രയുമായിട്ടും വിട്ടുമാറാത്ത ഒരു ആലസ്യത്തെയാണ് കാണിക്കുന്നത്. ഉദ്വേഗമുള്ളവൻ എന്തു ചെയ്യും? സ്വാഭാവികമായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ നിമിഷത്തിൽ പോലും നമ്മൾ ഓടി ആ മൂലസ്ഥാനത്ത് പോകും, തലതല്ലി കരയും. സ്വന്തം അമ്മയെ അവഗണിച്ചതിലുള്ള അപരാധം പൊറുക്കണേ എന്ന് പറഞ്ഞു. സത്യത്തില് ഈ ദേവപ്രശ്നത്തിന് ക്ഷണിക്കാൻ വേണ്ടി നിങ്ങൾ ചില ചെറുപ്പക്കാര് ആ ജ്യോത്സ്യനെ കാണാൻ പോയി.
അവിടെ വെച്ചുള്ള നിമിത്തം വെച്ച് അദ്ദേഹം ഇവരോട് ഇവർ കാര്യങ്ങൾ മുഴുവൻ പറയാതെ തന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയാണ് അത്രേ ഉണ്ടായത്. ഈ സംഗതി വേണ്ടതുപോലെ നടക്കണമെങ്കിൽ ആദ്യം ഈ അമ്മയുടെ ഭക്തരായിട്ടുള്ള ജനങ്ങളിൽ അമ്മയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ആ സമൂഹ മനസ്സിലുണ്ടാവണം എന്നാണ്. കാരണം ഒരു സമൂഹത്തിന്റെയാണ് ഈ പരദേവത, ഒരു രാജവംശത്തിന്റെ മൂർത്തിയാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരുപക്ഷെ നിങ്ങളുടെ പൂർവികർ തമിഴ്നാട്ടിലെ ഏതെങ്കിലും പ്രദേശത്ത് രാജാധികാരം കൈയാളിയിരുന്നവരാവാം ഒരു കാലത്ത്. അപ്പൊ ആ ഉദ്വേഗം നമ്മളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ടെസ്റ്റ് എന്താ? ഈ ദേവപ്രശ്നം നമുക്ക് നമ്മുടെ മുന്നിൽ വഴിയൊന്നേ ഉള്ളൂ, ദേവപ്രശ്നത്തിലൂടെ. ആ ദേവപ്രശ്നം സഫലമാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായേ തീരൂ. ജ്യോത്സ്യന്റെ ഉള്ളിലും സത്യം തെളിയിക്കണം, നമുക്കും സത്യം തെളിയുന്ന തരത്തിലുള്ള ഉദ്വേഗവും ചോദ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇതുണ്ടാവണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വേണം. അപ്പം മക്കൾക്ക് എന്നെ തിരിച്ചറിയാൻ കൊതിയായിരിക്കുന്നു, ആധിയായിരിക്കുന്നു എന്ന തോന്നൽ അമ്മയ്ക്കും ഉണ്ടാക്കണ്ടേ? അന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതെന്താ? ഈ ദേവപ്രശ്നം തുടങ്ങുന്നത് വരെ, ഇത് വർഷം എത്രയായി നമ്മളൊന്ന് ഓർത്തു നോക്കൂ. അമ്മയെ നമ്മൾ വിസ്മൃതിയിൽ ആഴ്ത്തിയിട്ട് അമ്മയ്ക്ക് വേണ്ടതായ ആചാരാനുഷ്ഠാനങ്ങൾ അതിന്റെ സാരം ചോർന്നു പോകാതെ നമ്മൾ നടത്തിയിട്ട് വർഷങ്ങൾ എത്രയായി, തലമുറകൾ എത്രയായി? കാരണം തലമുറകൾ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങളുടെ ആരുടെയും കയ്യിൽ ഒന്നുമില്ല അമ്മയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ. ഒരാൾ വന്ന് നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചതാണ്, അമ്മയെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടെ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അമ്മയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോപ്പും നിങ്ങളുടെ കയ്യിലില്ലാത്ത ഒരവസ്ഥ ഞാൻ നേരിട്ട് അനുഭവിച്ചതാണല്ലോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പൊ ആ വിസ്മൃതി അത് പൊറുക്കാനാവുന്ന വിസ്മൃതിയല്ല. നിങ്ങളെ സിംഹാസനത്തിലേറ്റിയ അമ്മയാണ്, ചെങ്കോല് നിങ്ങളുടെ കയ്യിൽ പിടിപ്പിച്ച അമ്മയാണ്. ആ അമ്മയാണ് നിങ്ങൾ മറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ അവസ്ഥ ഇതായി, ഓരോ കുടുംബത്തിന്റെയും ഓരോ കുടുംബാംഗത്തിന്റെ അവസ്ഥ ഇതായി. അപ്പൊ ഈ വിസ്മൃതി, പൊറുക്കാനാവാത്ത ഈ വിസ്മൃതി, ഈ തെറ്റ്, അത് ഞാൻ തിരുത്തണം എന്നുള്ള ഉദ്വേഗത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും അവിടെ പോയി വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം നടത്തണം എന്നാണ് ആ ജ്യോത്സ്യൻ, ആ മഹാത്മാവ് നിർദ്ദേശിച്ചത്. ഈ അമ്മയുടെ മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയ്ക്ക് കരുതുന്ന ഓരോ വ്യക്തിയും ഒന്നൊഴിയാതെ എല്ലാവരും ആ മൂലസ്ഥാനത്ത് പോയി പ്രാർത്ഥിക്കണം. 100% ആത്മാർത്ഥതയോടുകൂടി അമ്മയോട് പൊറുക്കണം എന്ന് പറഞ്ഞ് മാപ്പിരക്കണം. ദേവപ്രശ്നം വേണ്ട പോലെ നടത്തി ഞങ്ങൾക്ക് വഴികാട്ടിത്തരണം. അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണ്. ഈ നിലയ്ക്ക് തന്നെ എന്നും തന്നെ നിങ്ങൾ പോയി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങളും കൂടെ നമ്മുടെ മുന്നിലുള്ളൂ. ഏപ്രിൽ 2, 3, 4 തീയതികളിലാണത്രേ ഞാൻ അറിഞ്ഞത് ഈ പ്രശ്നം വെക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ 2 തീയതിയാണ് ആ മൂലസ്ഥാനത്ത് വെച്ച് സ്വർണം എടുക്കുക. ഏപ്രിൽ 3-നാണത്രേ. അപ്പോൾ ആ ഏപ്രിൽ 3-ന് ആ രാശി ചക്രത്തിൽ നമുക്ക് വേണ്ടതായ സത്യം തെളിയിക്കാൻ പറ്റിയ ഒരു രാശിയിൽ ആ സ്വർണം വീണിരിക്കണം. അത് വേണമെങ്കിൽ അമ്മയുടെ മനസ്സും അതിന് അനുകൂലമാവണം. അമ്മയുടെ മനസ്സ് അനുകൂലമാകണമെങ്കിൽ മക്കൾക്ക് എന്നെ വേണം എന്നുള്ള തോന്നലുണ്ടായി എന്ന് അമ്മയ്ക്ക് ബോധ്യം വരണം. അമ്മയ്ക്ക് ബോധ്യം വരണമെങ്കിൽ നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കണം. വീട്ടിലിരുന്ന് മൂന്നിലവിലേക്ക് നോക്കി ഒന്ന് സലാമടിച്ചാൽ പോരാന്നർത്ഥം. നമ്മൾ പോകണം. നമ്മുടേതായ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അമ്മയുടെ കാര്യം കഴിഞ്ഞേ ബാക്കിയുള്ളൂ. ഇതല്ലേ ആത്മാർത്ഥതയുടെ ലക്ഷണം. അല്ലാതെ പോകുന്ന പോക്കിൽ പിക്നിക്കിന് പോകുന്ന കൂട്ടത്തിലാ എന്നാ അവിടെ ഒരു മലയൊക്കെ കാണുന്നുണ്ടോ എന്ന് കയറിക്കളയാം, ഇത് പണ്ട് നമ്മുടെ അമ്മയായിരുന്നു എന്നാ പറയുന്നത്. ഈ ലാഘവബുദ്ധിയോടെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊരു പരിഹാസമല്ലേ. മുറിവ് നമ്മൾ ഒന്നുകൂടെ ആഴത്തിലാക്കുക എന്നുള്ളത് ഇതൊക്കെ ചെയ്യുകയുള്ളൂ. അപ്പം അതല്ലാണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ പോവുക. നമ്മൾ ഓരോരുത്തരും കുടുംബസമേതമോ ഒറ്റയ്ക്കോ തെറ്റയ്ക്കോ നമ്മൾ അവിടെ പോയിരിക്കണം. പോയാലേ നമുക്ക് ഉറക്കം വരൂ എന്ന അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ ഈ ഏപ്രിൽ 3-നുള്ള ദേവപ്രശ്നം അത് 100% നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ വിജയത്തിലെത്തും. അതുകൊണ്ട് ഇന്ന് തൊട്ടെങ്കിലും നിങ്ങൾ ശപഥം ചെയ്യുക, ഇനിയും അത് കഴിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ. അമ്മയുടെ കാര്യം കഴിഞ്ഞേ ബാക്കി കാര്യമുള്ളൂ. ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ അമ്മയെ നമ്മൾ വേദനിപ്പിക്കുക ചെയ്തിരിക്കുന്നത്. ആ മുറിവ് ഉണക്കണം.
നമുക്കെല്ലാവർക്കും അവിടെ പോകണം. ആ സവിധത്തിൽ പോയി നമുക്ക് പോയി പ്രാർത്ഥിക്കണം. തെറ്റുകൾക്ക് മാപ്പിരക്കണം. ഇനിയും മേലിൽ ഇത്തരമൊരു അവഗണന അമ്മയുടെ നേർക്ക് ഉണ്ടാകാത്ത വിധം നമ്മുടെ മനസ്സിനെയും നമ്മുടെ അനന്തര തലമുറയെയും നമുക്ക് പാകപ്പെടുത്തിയെടുക്കണം. ഞങ്ങളത് പാകപ്പെടുത്തിയെടുക്കും. ഈ നിലയ്ക്കുള്ള ഒരു ഭീഷ്മ ശപഥം തന്നെ നമ്മൾ ചെയ്യണം. ഗംഗയെ എന്റെ പൂർവികന്മാരുടെ ആത്മാക്കളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ഗംഗയെ ഞാൻ കൊണ്ടുവരും എന്ന് ഭഗീരഥൻ ശപഥം ചെയ്യുകയും പ്രയത്നിക്കുകയും ചെയ്തില്ലേ? ആ ഭഗീരഥ പ്രയത്നം അതാണ് നിങ്ങളുടെ ഓരോരുത്തരിലും ഇനി ഉണ്ടാവേണ്ടത്. ചൈനീസ് ഭാഷയിൽ ഒരു പഴമൊഴിയുണ്ട്, 1000 കാതം നടക്കണമെങ്കിലും ആദ്യത്തെ ചുവട് വെച്ചേ മതിയാവുന്നു. അപ്പൊ ആദ്യത്തെ ചുവട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മയുടെ അടുക്കൽ മുന്നിൽ പോയി മാപ്പ് തരണമെന്ന് അപേക്ഷിച്ച്, തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് തരണമെന്ന് അപേക്ഷിച്ച് ഈ ദേവപ്രശ്നം സുഗമമാക്കണം, സഫലമാക്കണം, സത്യം തെളിച്ചു തരണം എന്ന് ഇടതടവില്ലാതെ പോയി പ്രാർത്ഥിക്കണം. എത്ര പ്രാർത്ഥിച്ചാലും മതിയാവില്ല. കാരണം തലമുറകളിലൂടെയാണ് നമ്മൾ ഈ തെറ്റ് വരുത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ പൂർവികർക്ക് പോലും, മരിച്ച് മൺമറഞ്ഞ ആത്മാക്കൾക്ക് പോലും ഇപ്പോഴും ശാന്തി ലഭിച്ചിട്ടുണ്ടാവില്ല. അതും ഇതുവഴിയേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ. അമ്മയുടെ കാരുണ്യം എന്നാണോ നമ്മളിൽ പതിക്കുന്നത്, അന്നേ ആ ഗംഗ, അമ്മയുടെ കാരുണ്യ പ്രവാഹമാവുന്ന ഗംഗ, അത് നമ്മൾ ഓരോരുത്തരും ഭഗീരഥന്മാരാണെന്ന് കരുതുക. ആ അമ്മയുടെ കാരുണ്യ പ്രവാഹത്തെ നമ്മിലേക്ക്, മൺമറഞ്ഞ പൂർവികരുടെ അനന്തരാവകാശികളാണ് എന്ന് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ ഗംഗയെ കൊണ്ടുവരുമ്പോൾ മാത്രമേ ആ പൂർവികർക്ക് ആത്മശാന്തി ലഭിക്കാൻ പോകുന്നുള്ളൂ. നമുക്കും തുടർന്നുള്ള ജീവിതത്തിൽ നമ്മുടെ മുന്നോട്ടുള്ള പാത സുഗമമാകണമെങ്കിൽ നമ്മുടെ അനന്തര സന്തതികളും ഐശ്വര്യത്തോടെ, ഒന്നുകൂടി ഓർക്കുക, രാജവംശമാണ് നിങ്ങൾ. അപ്പൊ അതേ പ്രതാപത്തിൽ, അതേ പ്രഭാവത്തിൽ, അതേ പ്രൗഢിയിൽ നിങ്ങളുടെ അനന്തര തലമുറയും വാഴണമെന്നുണ്ടെങ്കിൽ, അതേ സമ്പന്നതയിൽ നിങ്ങളുടെ അനന്തര തലമുറയും വാഴണമെന്നുണ്ടെങ്കിലും ഈ മങ്കൊമ്പലമയാവുന്ന ഗംഗയെ നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ അനന്തരാവകാശികളായിട്ടുള്ള കുരുന്നുകളുടെ ഉള്ളിലേക്കും കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. അതിനുള്ള ആദ്യപടി ആ മൂന്നിലവിലെ മൂലസ്ഥാനത്ത് എത്രയും വേഗം ചെല്ലുക. ഈ ദേവപ്രശ്നം കഴിയുന്നതുവരെ നിരന്തരം അവിടെ പ്രവാഹമാവട്ടെ നിങ്ങളുടെ. അവിടെ പോയി കണ്ണീര് വീഴ്ത്തുക. അപ്പോൾ അമ്മ തെളിയും. കാരണം എന്തായാലും അമ്മയല്ലേ. ശങ്കരാചാര്യസ്വാമികളുടെ ഒരു സ്തോത്രത്തിൽ അദ്ദേഹം ഇത് പറയുന്നുണ്ട്, കുപുത്രോ ജായേത കുജിതവി കുമാതാന ഭവതി. മകൻ ചിലപ്പോൾ തെമ്മാടിയായേക്കാം, പക്ഷെ ഒരിക്കലും അമ്മ ഒരു ചീത്ത അമ്മയാവില്ല. അമ്മയാണോ മാതൃത്വം എന്ന് പറഞ്ഞത്, അതെപ്പോഴും ഉണ്ടാവും. നമ്മളാണ്, മക്കളാണ് തെറ്റ് ചെയ്യുക. അപ്പൊ നമ്മൾ തെറ്റ് ചെയ്തു, അത് പോയി അവിടെ നിന്ന് മാപ്പിരന്നു കഴിഞ്ഞാൽ ആ അമ്മ കനിയും. കാരണം മാതൃത്വം നിറഞ്ഞു നിൽക്കുന്ന ജഗന്മാതാവാണ് മങ്കൊമ്പലമ്മ എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. ആ അമ്മ കനിയും. ഇത് ചെയ്താൽ മക്കൾക്ക് തെറ്റുപറ്റി എന്ന് അമ്മയെ നമ്മൾ ബോധ്യപ്പെടുത്തിയാൽ മാത്രം മതി. അമ്മയുടെ ദൃഷ്ടി നമ്മളിലേക്ക് പതിയും, കാരുണ്യത്തിന്റെ ദൃഷ്ടി നമ്മളിലേക്ക് പതിയും. നമ്മുടെ ഈ സംരംഭം, ദേവപ്രശ്നം എന്ന് പറയുന്ന പരിപാവനമായതും മഹത്തായതുമായ ഈ സംരംഭം, അത് നമുക്ക് 100% നമുക്ക് വിജയിപ്പിക്കാനും കഴിയും അമ്മയുടെ അനുഗ്രഹത്താൽ. അങ്ങനെ ആ മൂലസ്ഥാനത്ത് ദേവപ്രശ്നം വെച്ച് സത്യം കണ്ടെത്തി ആ മൂലസ്ഥാനത്തിന്റെ പരിശുദ്ധിയെയും പ്രൗഢിയെയും നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ മാത്രമേ, ഇപ്പൊ കേരളത്തിൽ നിരവധി മങ്കൊമ്പുകളുണ്ട്. 20-ലധികം മങ്കൊമ്പുകൾ എന്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ആ മങ്കൊമ്പുകളിലെല്ലാം തന്നെ, അതുപോലെ നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആ സ്ഥാനത്തും ഒരു പള്ളിവാസലിൽ സ്വിച്ചിട്ടാല് കേരളമാകെ പ്രഭാപൂരിതമാകുന്നതുപോലെ പ്രഭാപൂരിതമാകണമെങ്കിൽ, അമ്മയുടെ ചൈതന്യം കൊണ്ട് നിറയണമെങ്കിൽ വഴിയൊന്നേ ഉള്ളൂ, ഈ ദേവപ്രശ്നം. ഈ ദേവപ്രശ്നം വെച്ച് അമ്മയുടെ സങ്കല്പ സവിശേഷത മനസ്സിലാക്കി അമ്മയ്ക്ക് ഹിതമായ ആരാധന നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോൾ മറ്റ് ഇടങ്ങളിലുള്ള അമ്പലങ്ങളുടേതായിട്ടുള്ള ദുസ്ഥിതിയും അപ്പോഴേ മാറുകയുള്ളൂ.
ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി. ഈ കുടുംബ പ്രശ്നത്തിന്റെ തന്നെ കഥ പലരുടെയും രസകരമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പലരും കുടുംബത്തിന് ദുരിതം വന്നു, മുമ്പ് ഉപാസിച്ചിരുന്ന മൂർത്തിയെ മറന്നു, അതുകൊണ്ട് എല്ലാവരും തമ്മിൽ അടിപിടിയായി, സ്വരച്ചേർച്ചയില്ല, പലയിടത്തും മാറി മാറി താമസിക്കുക, എന്നിട്ടും ദുരിതം വിടുന്നില്ല. അപ്പോൾ ഓരോരുത്തരും ഒറ്റയ്ക്കും തെറ്റയ്ക്കും പോയി അതാത് സ്ഥലത്തുള്ള ഏതെങ്കിലും പരിചയമുള്ള ജ്യോത്സ്യൻ്റെയൊക്കെ പോയി പ്രശ്നം വെപ്പിക്കും. എന്താ പ്രയോജനം? ഒരു പ്രയോജനമില്ല. കുറെ പൈസ കളയാം. ജ്യോത്സ്യനും നോക്കുമ്പോൾ ഇന്ന കുടുംബ ദുരിതമുണ്ട് എന്ന് പരിഹാരം ഓരോരുത്തരോടും പറയും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് ആ തറവാട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നൊരു പ്രശ്നം വെച്ചൊരു ചെയ്താലോ അത് സഫലമാണ്. നാരായണത്ത് ഭ്രാന്തന്റെ കഥയില്ലേ, കുഴിക്കുന്നത് പലയിടത്ത് കുഴിക്കുന്നതിന് പകരം ഒരിടത്ത് കുഴിക്കുക, അപ്പോൾ വെള്ളം കിട്ടും. അപ്പൊ അതുപോലെ പലര് പലയിടത്ത് പോയി. ഇപ്പൊ വ്യത്യസ്ത മങ്കമ്പുകൾ പറഞ്ഞ് ഞാൻ 10-20 പല സ്ഥലങ്ങളിലായി. എന്തിന്? കൊല്ലം ഭാഗത്ത് വരെയുണ്ട് മങ്കമ്പ്. കോട്ടയം ഭാഗത്ത് മാത്രമല്ല, തെക്ക് കൊല്ലം ഭാഗത്ത് വരെ മങ്കമ്പുണ്ട്. കുട്ടനാട് മങ്കമ്പുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. നിരവധി മങ്കമ്പുകളുണ്ട്. അപ്പൊ ആ മങ്കമ്പുകളിലെല്ലാം തന്നെ ഈ പ്രകാശം പ്രോജ്വലിക്കണമെങ്കിൽ ഈ മൂലസ്ഥാനത്ത് കാര്യം ശരിയായേ പറ്റുള്ളൂ. അപ്പോൾ വ്യക്തികളെന്നുള്ള നിലയ്ക്കും കുടുംബം എന്ന നിലയ്ക്കും ഒരു സമൂഹം എന്നുള്ള നിലയ്ക്കും പിന്നെ കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഈ 10-20 ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ച് ഭജിക്കുന്ന മങ്കമ്പലമ്മയുടെ മറ്റു പല വിഭാഗത്തിലുംപ്പെട്ട ഭക്തന്മാർ എന്ന നിലയ്ക്കും എല്ലാവർക്കും സാഫല്യം ഉണ്ടാവണമെങ്കിൽ, എല്ലാവർക്കും അവരവരുടെ ദുരിതങ്ങൾക്ക്, ഭഗവതിയുടെ താപം കൊണ്ടുണ്ടായ ദുരിതങ്ങൾക്ക് അറുതി വരണമെന്നുണ്ടെങ്കിൽ ഈ മൂലസ്ഥാനത്ത് അവിടെ വീണ്ടും മങ്കമ്പലമ്മയുടെ അനുഗ്രഹത്തിന്റെ നീരുറവ അത് പൊടിപ്പിച്ചേ തീരും. അത് നിങ്ങൾക്കേ കഴിയുള്ളൂ. കാരണം നിങ്ങളാണ് മങ്കമ്പലമ്മ ഇവിടെ കൊണ്ടുവന്നത്. നിങ്ങളാണ് തലമുറകളായിട്ട് സങ്കല്പിച്ച് ആരാധിച്ച് ഭജിച്ചു പോകുന്നത്. അതിനുശേഷമല്ലേ ബാക്കി എല്ലാവരും ചെയ്തിട്ടുള്ളൂ. അപ്പൊ സ്വന്തം മക്കൾ എന്ന സ്ഥാനം നിങ്ങൾക്ക് തന്നെയാണുള്ളത്. അപ്പൊ നിങ്ങൾ തന്നെ ചെയ്താലേ അത് ശരിയാവുകയുള്ളൂ. അപ്പൊ ആധുനിക മനഃശാസ്ത്രം, നമ്മുടെ ഭാരതീയമായിട്ടുള്ള തന്ത്രശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഇവയുടെയൊക്കെ പശ്ചാത്തലത്തിൽ, പിന്നെ ഉപാസകൻ എന്നുള്ള പശ്ചാത്തലത്തിലും തന്ത്രശാസ്ത്രം പഠിച്ച് ഉപാസന ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കും മങ്കമ്പലമ്മയെ അറിയാൻ വേണ്ടി മാത്രം 10 വർഷമായിട്ട് മങ്കമ്പലമ്മയുടെ കാര്യങ്ങൾ നേരെയാവാൻ വേണ്ടി മാത്രം മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് 24 മണിക്കൂറും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുകയും മനനം ചെയ്യുകയും ഗവേഷണം ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും ആണ് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷമായി അമ്മയുടെ മക്കളെ തേടി തന്നെ ഞാൻ അലയുകയായിരുന്നു. ഈ അടുത്തിടെയാണ് നിങ്ങളിൽ ചിലർ എന്റെ അടുക്കൽ വന്നത്. നിങ്ങളെ എല്ലാവരെയും തന്നെ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ട്, ഒരുമിച്ച് നിങ്ങളെ കാണണമെന്നുണ്ട്, ഒറ്റയ്ക്കും ഒരുമിച്ച് നിങ്ങളെ എല്ലാവരെയും കാണണമെന്നുണ്ട്. കാരണം ആ അമ്മയുടെ മക്കൾ എന്ന് അവകാശപ്പെടാവുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്ന പ്രാധാന്യം. മങ്കമ്പലമ്മയെ പോലുള്ള ഒരു സാധാരണമല്ലാത്ത, തികച്ചും അസാധാരണമായ ഒരു ഉന്നത മൂർത്തിസങ്കല്പത്തെ ആരാധിച്ചു പോകുന്ന ഒരു പരമ്പരയുടെ അനന്തരാവകാശികളാണ് നിങ്ങൾ. ആ നിലയ്ക്കാണ് എനിക്ക് നിങ്ങളെ കാണണമെന്നുള്ള മോഹം. ഞാൻ എല്ലാവരും, നാട്ടിലുള്ള എല്ലാവരെയും എല്ലാവരുമായിട്ട് ഇടപഴകുന്നുണ്ട്. പക്ഷേ നിങ്ങളോടുള്ള എനിക്കുള്ള നിങ്ങളെ കാണണം എന്നുള്ള മോഹത്തിന്റെ പുറകിൽ ഇതാണ്. തന്ത്രശാസ്ത്രത്തിൽ അത്യപൂർവമായ ഒരു സങ്കല്പം. ആ സങ്കല്പത്തെ തലമുറകളായിട്ട് ആരാധിച്ചു പോകുന്ന അവരുടെ അനന്തരാവകാശികളാണ് നിങ്ങൾ. ആ നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സവിശേഷതയുണ്ട്. അമ്മയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും മക്കളെ കാണാനെത്താൽ അത്രയും ഒരു സാഫല്യമല്ലേ. അപ്പം അതിന് ഭഗവതി അവസരം ഒരുക്കട്ടെ. ആ അവസരം ഒരുങ്ങണമെങ്കിലും അമ്മയുടെ കാര്യം തെളിഞ്ഞു വരികയും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവുകയും ചെയ്തെങ്കിലേ പറ്റുകയുള്ളൂ. അങ്ങനെ നമുക്കെല്ലാവർക്കും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്റെ മനസ്സിലില്ല. കാരണം ഞാനും മങ്കമ്പലമ്മയുടെ ഉപാസകനാണ്. അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം ആ അമ്മയുടെ കണ്ണീരൊപ്പണം. അമ്മയ്ക്ക് വേണ്ടതെല്ലാം ഒരമ്മ എന്നുള്ള നിലയ്ക്ക് ഒരു മഹാരാജ്ഞി, രാജമാതാവാണ്. ആ നിലയ്ക്ക് തന്നെ അമ്മയെ നമുക്ക് വേണ്ടതുപോലെ ആരാധിക്കാൻ, ഭജിക്കാൻ, ആ സിംഹാസനത്തിൽ തന്നെ അമ്മയെ നമുക്ക് പുനഃപ്രതിഷ്ഠിക്കാൻ നമുക്ക് ഒരുമിച്ച് നമുക്ക് പ്രയത്നിക്കണം. മങ്കമ്പലമ്മയെക്കുറിച്ച് എന്റെ അന്വേഷണത്തിൽ എനിക്ക് കിട്ടിയ നിങ്ങളുടെ എല്ലാ ഭാഗത്ത് പണ്ടത്തെ തലമുറ
സന്ധ്യാവന്ദന ശ്ലോകമായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ശ്ലോകം ചൊല്ലി ഞാൻ എന്റെ ഈ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. പോത്താകുന്ന ഒരു ദാനവന്റെ കരവീര്യത്താലമർത്യാവലി പേർത്തും ഭീതി കലർന്നൊളിച്ചു മരുവീടുന്നോരവസ്ഥാന്തരേ കൈത്താർ കൊണ്ടു കഴുത്തറത്തു തലയും കോർത്ത തൃശൂലാന്തരേ കീർത്തിരാമേവും ഉമേ രമേ വിതരമേ മങ്കൊമ്പിലമ്മേ ശുഭം.